സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുണ്ട്. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അഞ്ജന ജെ അശോക് വീണ്ടും ചേരുകയാണ്. അഞ്ജന, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തന്നെയാണോ? അമൃത, നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് യെല്ലോ അലേർട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ മോണ്ട ചുഴലിക്കാറ്റിന്റെയും അതോടൊപ്പം തന്നെ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെയും സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം, മഴ മുന്നറിയിപ്പിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏകദേശം 40 മണിക്കൂർ വേഗതയിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് മഴ വ്യാപകമാകാനുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ചില ജില്ലകളിൽ മഴയ്ക്ക് ഒരു നേരിയ ശമനം ഉണ്ട്. എന്നാൽ തന്നെയും മോണ്ട ചുഴലിക്കാറ്റ് തീരം തൊട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. എന്നാലും വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അമൃത. ശരി, അഞ്ജന ജെ അശോകാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.